ഒരു കാലത്ത് മുഖ്യമന്ത്രിയെ എവിടെ വെച്ച് കണ്ടാലും കൈകൂപ്പി കുമ്പിട്ട് മുദ്രാവാക്യം വിളിച്ചു നിന്നിരുന്ന പി.വി. അൻവർ കാലങ്ങളായി കോൺഗ്രസിന് പക്കലുണ്ടായിരുന്ന നിലമ്പൂർ സീറ്റിൽ മത്സരിപ്പിച്ച് MLA ആയി വിജയിപ്പിച്ച ഇടതുപക്ഷത്തോടും പിതൃതുല്യനായി കാണുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സ്നേഹവും അനുകമ്പയും ബഹുമാനവും ഒക്കെ തന്നെയാണത്. പക്ഷെ ഇപ്പോൾ അതേ മുഖ്യമന്ത്രിയെ, അതേ ഇടത് സർക്കാരിനെ കഴിയുന്ന എല്ലായിടങ്ങളിലും ഒരു വേട്ടപ്പുലിയെ പോലെ പിച്ചി ചീന്തുവാൻ കഴിയുന്ന തന്ത്രങ്ങൾ ഓരോന്നും പയറ്റുന്ന പ്രധാനപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവായി UDF പക്ഷത്ത് നിൽക്കുന്ന, UDFന് പിന്തുണ നൽകുന്ന ഒരു നേതാവായി പി.വി. അൻവർ മാറിയിട്ടുണ്ട്. ദിനംപ്രതി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഓരോ പോസ്റ്റും ഒരു തൊടുത്തുവിട്ട ബാണം പോലെ ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായുള്ള വിമർശന കൂരമ്പുകളായിട്ടാണ്. എന്തായാലും പി.വി. അൻവർ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി തന്നെ. ചില തുറന്നു പറച്ചുകൾ നടത്തുന്ന സ്വഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അത് കാര്യമായ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഗവർണറോട് ഒന്നിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം ആകെത്തുക വിജയമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MR അജിത് കുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട്. മലപ്പുറം SP ഓഫീസിലെ മരമുറി കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഫോണിൽ വിളിച്ച SP സുജിത് ദാസിനെ പാർട്ടി സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് സർവീസിലേക്ക് തിരിച്ചെടുത്തത്. മുറിച്ച മരക്കുറ്റി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒന്നുപോയി നോക്കാൻ പോലും ഇന്നുവരെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തോടുള്ള നയം തിരുത്തുന്നതിനോ കേരളത്തിന് ലഭിക്കുവാനുള്ള പണം വാങ്ങുന്നതിനോ അല്ല നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ആയിരുന്നെങ്കിൽ അതിന് ഗവർണറേക്കാൾ നല്ല ഓപ്ഷൻ സർവകക്ഷി എന്ന സംവിധാനമായിരുന്നു. കൂടുതൽ ജനാധിപത്യപരവും ഈ രീതിയാണ്. ഞാൻ ഉന്നയിച്ചതടക്കമുള്ള നിരവധി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് 7 പേരുള്ള ലിസ്റ്റിൽ പിണറായി സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചയക്കുന്ന 3 പേരിൽ ആരെ വേണമെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കാം. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിനടക്കമുള്ള ഗൗരവമായ വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ തിടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അസാംഗത്യം ആരും ചോദ്യം ചെയ്യരുത്. കാരണം ഇവിടെ ചോദ്യങ്ങളില്ല, ഉത്തരവുകൾ മാത്രമാണുള്ളത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ നീണ്ട നിര ആവർത്തന വിരസമാണ് എന്ന് മനസ്സിലാക്കുന്നു. പിണറായി വിജയൻ ഒരു കാരണവശാലും ADGPയെ കൈവിടില്ലെന്ന് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇതേവരെ ഉണ്ടായിട്ടില്ല. RSS പശ്ചാത്തലമുള്ള ഗവർണറെയും കൂട്ടി മുഖ്യമന്ത്രി ഡൽഹി സന്ദർശിച്ചത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തിനാണെന്ന സോഷ്യൽ മീഡിയ വിശദീകരണം നൽകുന്ന സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMഉം BJPയും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമെന്ന് നിങ്ങൾ സമ്മതിക്കുകയേ അരുത്. കാരണം അത് നമ്മുടെ ക്യാപ്സ്യൂളുകൾക്കെതിരാണ്. എന്തായാലും വളരെ ഹാസ്യപരമായിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ ഓരോന്നും വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ളത്. താൻ അവരുടെ പക്ഷത്ത് നിന്നിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ള അഴിമതികൾ അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഓരോന്നായി പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ പി.വി. അൻവറിൻ്റെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ജനങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധമായി മാറിയത് പി.വി. അൻവർ പിണറായി വിജയൻ പക്ഷത്ത് നിന്ന് മാറിയപ്പോഴാണ്. അതേ പി.വി. അൻവറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പക്ഷത്താക്കി നിർത്തിക്കൊണ്ട് തന്നെ UDFനോട് ചേർത്ത് നിർത്തുന്നതുമൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായുള്ള ഏറ്റവും ശക്തമായ ആയുധം പി.വി. അൻവറായി മാറിയിരിക്കുന്നു.